നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട. 10 കിലോ കഞ്ചാവുമായി എറണാകുളം സ്വദേശിയായ യുവാവിനെ എക്സൈസ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. ചേറ്റുവ ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട 4 ബോട്ടുകൾ ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് ഭാഗികമായി തകർന്നു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റിൽ പ്ലാവുകൾ കടപുഴകി വീണ് വീട് തകർന്നു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട. 10 കിലോ കഞ്ചാവുമായി എറണാകുളം സ്വദേശിയായ യുവാവിനെ എക്സൈസ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. കുന്നത്തുനാട് മുട്ടിക്കൽ സ്വദേശി ചിറങ്ങര വീട്ടിൽ ജസീറാണ് പിടിയിലായത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 തൃശൂർ റെയിൽവേ സ്റ്റേഷന് പിന്നിലുള്ള പൂത്തോൾ അരണാട്ടുകര റോഡിൽ വെച്ചാണ് ഇയാൾ എക്സൈസിന്റെ പിടിയിലായത്. എറണാകുളത്ത് നിന്ന് ട്രെയിൻ മാർഗം തൃശൂരിലെത്തിയ ജസീറിന്റെ ക്യാരി ബാഗിൽ പാക്കറ്റുകളിലാക്കിയ നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. 2 കിലോയുടെ 5 പാക്കറ്റുകളായാണ് ഇയാളിൽ നിന്ന് എക്സൈസ് പിടിച്ചെടുത്തത്. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ കഞ്ചാവ് ശൃംഖലയിൽ നിന്ന് തൃശൂരിലെ ചെറുകിട കച്ചവടക്കാർക്കും ആവശ്യക്കാർക്കുമായി ഇവ എത്തിച്ചു കൊടുക്കുന്നതിനിടെയാണ് ജസീർ പിടിയിലായത്. ചിയ്യാരം, ശക്തൻ സ്റ്റാൻഡ്, പടിഞ്ഞാറേക്കോട്ട എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വിൽപ്പനക്കാർക്കായിട്ടാവാം കഞ്ചാവ് എത്തിച്ചതെന്നാണ് എക്സൈസ് കരുതുന്നത്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സലീം കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് CI AG പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. പ്രിവന്റീവ് ഓഫീസർമാരായ KV ബാബു, PA ഹരിദാസ്, TK രഞ്ജിത്ത്, സിവിൽ ഓഫീസർമാരായ AA സുനിൽ, TR സുനിൽ, ഷാജി ദേവദാസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ചേറ്റുവ ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട 4 ബോട്ടുകൾ ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് ഭാഗികമായി തകർന്നു. 200ഓളം മത്സ്യത്തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. ചേറ്റുവ ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട 4 ബോട്ടുകളാണ് പ്രകൃതി പ്രക്ഷോഭത്തിനിടെ ഭാഗികമായി തകർന്നത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ചേറ്റുവ ഹാർബറിൽ നിന്ന് 7 മത്സ്യബന്ധന ബോട്ടുകൾ കടലിലിറങ്ങിയത്. ചാവക്കാട് തീരത്ത് നിന്ന് 18 കിലോമീറ്റർ അകലെയായിരുന്നു 7 മത്സ്യബന്ധന ബോട്ടുകളും കേന്ദ്രീകരിച്ചത്. മത്സ്യബന്ധനം തുടങ്ങി മിനിറ്റുകൾക്കിടെ ശക്തമായ പ്രകൃതി പ്രക്ഷോഭത്തെയാണ് മത്സ്യത്തൊഴിലാളികൾ നേരിട്ടത്. അതിശക്തമായ കാറ്റിനും മഴയ്ക്കുമൊപ്പം ഇടിമിന്നലും. ഓരോ ബോട്ടുകളിലും 50ഓളം മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. കാറ്റിനും മഴയ്ക്കുമൊപ്പം ഇടിമിന്നലും ശക്തമായതോടെ മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ പരിഭ്രാന്തരായി. കാറ്റിൽ ബോട്ടുകളുടെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ബോട്ടിൽ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി വിളക്കുകളും നിലംപൊത്തി. ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ കാറ്റിൽപ്പെട്ട് കടലിൽ വീണു. അരമണിക്കൂറോളം സമയം ഈ പ്രതിഭാസം നീണ്ടുനിന്നു. 7 മത്സ്യബന്ധന ബോട്ടുകൾ ഇതോടെ കാണാനാവാത്ത നിലയിലായിരുന്നു. പ്രാണഭയത്തോടെ മത്സ്യത്തൊഴിലാളികളെല്ലാം ബോട്ടുകളുടെ ഡെക്കുകളിൽ കമിഴ്ന്നു കിടന്നു. എടക്കഴിയൂർ പുളിങ്കുന്നത്ത്, തിരുവത്രയിലെ അപ്പുമാരാർ, ആണ്ടവൻ, വലപ്പാട് കൊടിയമ്പുഴ, കർണൻ, ഗോകുലം എന്നീ ബോട്ടുകളാണ് ഭാഗികമായി തകർന്നത്. ബോട്ടുകളിലെ GPS, എക്കോ സൗണ്ടർ, വയർലെസ് സംവിധാനങ്ങളെല്ലാം മിന്നലിൽ തകർന്നു. പലിശയ്ക്ക് പണമെടുത്ത് കഴിഞ്ഞ 4 മാസത്തെ അറ്റകുറ്റപ്പണിക്ക് ശേഷമാണ് ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി കടലിലിറങ്ങിയത്. വലിയ കടബാധ്യത നിലനിൽക്കെ പ്രകൃതി പ്രക്ഷോഭം ഏറെ തിരിച്ചടിയായെന്ന് മത്സ്യത്തൊഴിലാളികളായ PK സന്തോഷും KC നാരായണനും പറഞ്ഞു. 18 കിലോമീറ്റർ ദൂരത്ത് ചണി സംഭവം ഉണ്ടായിരുന്നത്. ഏതാണ്ട് അരമണിക്കൂറോളം ഈ പ്രതിഭാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാണരക്ഷാർത്ഥം ഈ വള്ളത്തിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ മോൾ ഭാഗത്തുണ്ടായ എല്ലാ ഇതും നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് അത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചേക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇതിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുണ്ട്. അതിന് ഈ ഇടിമിന്നലിൻ്റെ രീതിയിൽ സാറ്റലൈറ്റ് പ്രോബ്ലം കാണിക്കുന്നുണ്ട് ഈ GPS-ലൊക്കെ. അതിനി നമ്മൾ രണ്ടാമത് വർക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം അതിൻ്റെ നഷ്ടങ്ങൾ എത്രയാണെന്ന് വിലയിരുത്താനായിട്ട്. ഭാഗികമായി തകർന്ന 4 മത്സ്യബന്ധന ബോട്ടുകളും രാവിലെ തന്നെ ചേറ്റുവ ഹാർബറിൽ എത്തിച്ചു. വിവരമറിഞ്ഞ് UDF സ്ഥാനാർത്ഥി KV ദാസനും ഗീതാ ഗോപി MLA, KV അബ്ദുൽ ഖാദർ MLA എന്നിവർ ഹാർബറിലെത്തി. മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്ന് വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റിൽ പ്ലാവുകൾ കടപുഴകി വീണ് വീട് തകർന്നു. ചാപ്പാറ ITCക്ക് സമീപം താമസിക്കുന്ന മുട്ടത്താൻ പരേതനായ മാണിക്യന്റെ ഭാര്യ ലക്ഷ്മിയുടെ വീടാണ് തകർന്നത്. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. കനത്ത കാറ്റിലും മഴയിൽ പ്ലാവുകൾ കടപുഴകി ഓടിട്ട വീടിന് മുകളിൽ വീഴുകയായിരുന്നു. സംഭവ സമയം വീടിനുള്ളിൽ ആളുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നഗരസഭാ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ, വാർഡ് കൗൺസിലർ അശോകൻ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. ഏങ്ങണ്ടിയൂർ ഏത്തായ് ബീച്ചിൽ ശക്തമായ കടൽക്ഷോഭം.
കഴിഞ്ഞ ദിവസം തുടങ്ങിയ കടൽക്ഷോഭം തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് ശക്തമായത്. അഴിമുഖം മുതൽ തെക്കോട്ട് പൊക്കുളങ്ങര സാഗർ ക്ലബ്ബ് വരെയുള്ള പ്രദേശത്താണ് കടൽക്ഷോഭം ശക്തമായിരിക്കുന്നത്. അഴിമുഖത്തിന് തെക്ക് ഭാഗത്ത് നമ്പി ഹരിദാസിന്റെ വീട് ഏത് നിമിഷവും നിലംപൊത്താവുന്ന തരത്തിലാണ്. വീടിന്റെ കക്കൂസ് കടൽക്ഷോഭത്തിൽ തകർന്നു വീണു. ശക്തമായ കുഴിപ്പൻ തിരകൾ വീടിനകത്തേക്ക് അടിച്ചു കയറുകയാണ്. കടൽക്ഷോഭം ശക്തമായതിനാൽ ഹരിദാസിനെയും കുടുംബത്തെയും നാട്ടുകാർ ചേർന്ന് സമീപത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റി. തൃശൂർ ജില്ലയിലെ പെട്ടിയിലായ വോട്ടുകൾക്ക് കനത്ത സുരക്ഷ. അടക്കാനാവാത്ത ആകാംക്ഷ അടക്കം ചെയ്ത ബാലറ്റ് പെട്ടികൾ ജില്ലയിലെ 9 കേന്ദ്രങ്ങളിലായാണ് സൂക്ഷിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ഏറ്റുവാങ്ങിയ പോളിംഗ് മെഷീനുകൾക്ക് സ്ട്രോങ് റൂമിൽ 2 ദിവസത്തെ വിശ്രമമാണ്. വ്യാഴാഴ്ച പെട്ടി തുറക്കും വരെ അതീവ ജാഗ്രതയോടെയാണ് പോലീസും അർദ്ധ സൈനിക വിഭാഗവും ഇവയ്ക്ക് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. തൃശൂർ, വടക്കാഞ്ചേരി, ഒല്ലൂർ, നാട്ടിക മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് സൂക്ഷിക്കുന്നത്. ജില്ലയിലെ ഏറ്റവും വലിയ സ്ട്രോങ് റൂം ഇതാണ്. തോന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ചേലക്കര മണ്ഡലത്തിന്റെയും വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നംകുളത്തെയും ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹൈസ്കൂൾ ഗുരുവായൂരിലെയും യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. പുല്ലൂറ്റ് ഗവൺമെന്റ് KKTM കോളേജിൽ കയ്പമംഗലത്തെയും കൊടുങ്ങല്ലൂരിലെയും, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഇരിഞ്ഞാലക്കുടയിലെയും, ഇരിഞ്ഞാലക്കുട സെന്റ് ജോൺ സ്കൂളിൽ പുതുക്കാട് മണ്ഡലത്തിലെയും, ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡ് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചാലക്കുടിയിലെയും, ചേലക്കര മണ്ഡലത്തിൻ്റെത് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത്. സായുധ സേനയുടെ സുരക്ഷാ വലയത്തിലുള്ള ഈ കേന്ദ്രങ്ങളിൽ തന്നെയാണ് 19-ന് വോട്ടെണ്ണൽ നടക്കുക. കൊടുങ്ങല്ലൂർ, കയ്പമംഗലം നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിന് വേദിയാകുന്ന പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു. 157 ബൂത്തുകളുള്ള കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ വോട്ടെണ്ണലിനായി 14 ടേബിളുകളാണ് ഒരുക്കുന്നത്. ഇതിനു പുറമെ റിട്ടേണിംഗ് ഓഫീസർക്കായി മറ്റൊരു ടേബിളും ഉണ്ടാകും. ഈ ടേബിളിലാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുക. ഏകദേശം 11 റൗണ്ടോടെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ അവസാനിക്കും. 37 വോട്ടുകളുള്ള കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ വോട്ടെണ്ണലിനായി 14 ടേബിളുകളാണ് ഒരുക്കുന്നത്. 10 റൗണ്ട് പൂർത്തിയാകുന്നതോടെ കയ്പമംഗലം മണ്ഡലത്തിലെ വോട്ടെണ്ണൽ അവസാനിക്കും. 2 നിയോജക മണ്ഡലങ്ങളിലെയും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങൾ KKTM കോളേജിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. 19-ാം തീയതി രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30യോടെ ആദ്യ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും. ഇനിയൊരിടവേള.